അതായത് കൊടുത്ത കഴിവുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ഒന്നാമതായി പറ, അങ്ങനെ ഒരു കഴിവ് അല്ലാഹ് കൊടുത്തിട്ടില്ല. കൊടുത്ത കഴിവൊന്നും ചോദിച്ചൂടെ? കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയും ചെയ്തുകൂടാ. അല്ലാഹ് കൊടുത്തിട്ടില്ല എന്ന് അല്ലാഹ് പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മരിച്ചുപോയ ഒരു മഹാനും ഒരു മിസ്കാല ദർറത്ത് കഴിവ് കൊടുത്തിട്ടില്ലെന്ന് അല്ലാഹ് പറയുന്നു. അപ്പൊ നമ്മൾ കൊടുത്തു എന്ന് പറയുന്നത് നുണയല്ലേ? അല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ തെളിവ്? ഞങ്ങളടുത്ത് തെളിവുണ്ട്, നിങ്ങളടുത്ത് തെളിവില്ല. നിങ്ങളടുത്ത് തെളിവില്ല. കൊടുത്ത കഴിവുണ്ട് എന്നുള്ളതിന് ഒരു തെളിവും നിങ്ങൾക്കില്ല. നിങ്ങൾ നാവുകൊണ്ട് പറയുന്നു. ഇന്ന് വരെ നിങ്ങൾ തെളിവ് ധരിച്ചിട്ടില്ല. ഇന്ന് വരെ. നേരെ മറിച്ച് അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളതിന് ഞാൻ തെളിവ് ധരിക്കുന്നത് കേട്ടോളൂ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ തന്നെ നോക്കിക്കോളൂ. നിങ്ങളെ ഏതെങ്കിലും ഉസ്താദ് പള്ളിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ സക്കാഫിയോ പൈസയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചോദിക്ക്, മുജാഹിദ് ബാലുശ്ശേരി വെക്കുന്ന അർത്ഥം ശരിയാണോ? ചിന്തിക്ക്. ഖുർആനിലെ 34-ാം അധ്യായം, ഖുർആനിലെ 34-ാം അധ്യായം 22-ാമത്തെ വചനം അടിവരട്ടോളണം. സൂറത്ത് സബ. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളോട് പറയും, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കും. അതിൽ പറയാണ്, അല്ലാഹ് പറയാണ്, അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ആരെ വിളിക്കുന്നുവോ, അതാണല്ലോ നമ്മുടെ ചർച്ച. അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ഒരു അമ്പിയായിനെ വിളിക്കുന്നു, ഒരു വലിയനെ നിങ്ങൾ വിളിക്കുന്നു. എന്നിട്ട് അല്ലാഹ് എന്താ പറയണോ? ലാ യംലികൂന മിസ്കാല ദർറ. ഒന്ന് അർത്ഥം വെക്കും മോനെ. ലാ യംലികൂന, അവർ ഉടമപ്പെടുത്തുന്നില്ല, അവർക്ക് കഴിവില്ല. മിസ്കാല ദർറ, അണുമണി തൂക്കം കഴിവ് നിങ്ങൾ വിളിക്കുന്ന മഹാന്മാർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അല്ലാഹ് പറയുന്നു, ലാ യംലികൂന മിസ്കാല ദർറ, അണുമണി തൂക്കം, ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ അണുതൂക്കം കഴിവ് നാം കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്താ പറയുന്നത്? ജീവിച്ചിരിക്കുന്നതിനെ കഴിവാ, മരിച്ചാല് പിന്നെ കഴിവിന് അതിരേല്ല. അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ അള്ളാന്റെ ഖുർആനിൽ മനസ്സിലാക്കണം, മിസ്കാല ദർറത്ത് കഴിവില്ലെന്ന് അല്ലാഹ് പറഞ്ഞാൽ പിന്നെ എങ്ങനെ? ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവ് ഖുർആനിലെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 13-ാമത്തെ വചനം. അറബികളോടാ പറയുന്നത്. എന്താ അറബികളുടെ വാദം? അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ടാ ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നുകൂടി മനസ്സിലാക്കണം, ഈ ആയത്ത് വെറുതെ ഉണ്ടായതല്ല ഖുർആനിൽ. അന്നത്തെ സമസ്ത, അബൂജഹലിന്റെ നേതൃത്വത്തിലെ സമസ്ത, അന്നത്തെ അബൂലഹബിന്റെ നേതൃത്വത്തിലെ സമസ്ത ഒരു കാര്യം വളരെ ഗൗരവമായി വാദിച്ചു. ഞങ്ങൾ ഒരിക്കലും അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾ പറയണില്ല. എന്താ അതിന്റെ തെളിവ്? അവരങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്റെ തെളിവ്? നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ നാവിന്റെ ബലമാണ്, ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ പ്രമാണത്തിന്റെ ബലമാണ്. സുൽത്താനുണ്ട്, ഞങ്ങൾക്ക് തെളിവുണ്ട്, കൃത്യമായ തെളിവ്. സ്വഹീഹ് മുസ്ലിം കിതാബുൽ ഹജ്ജ്. മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലി റസൂലുള്ളാഹിന്റെ കഅബത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഅബത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അബൂജഹലും അബൂലഹബും അതുപോലെയുള്ള വലീദ് ഇബ്നു മുഗീറയും ഒക്കെ ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ ഒക്കെ അവര് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവർ പറയുന്നതറിയോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹ് നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല അല്ലാഹ്. അത്രയും പറയുമ്പോ എന്താ നടക്കുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് ബാലുശ്ശേരി അല്ല, ഫൈസൽ മൗലവി അല്ല, ഹുസൈൻ സൽഫി അല്ല, കെ മൗലവി അല്ല, ഉമർ മൗലവി അല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അല്ല, ഇബ്നു ഖയ്യിം ജൗസി അല്ല, പിന്നെ ആരാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്ന, നിനക്ക് പങ്കുകാരില്ല എന്ന് പറയുമ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഇടപെടും. ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും ഖത് ഖത്. റസൂലുള്ളാഹി അവരോട് പറയാണ്, മതി 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 മതി, ബാക്കി പറയല്ലേ. വൈലക്കും, നിങ്ങൾക്ക് നാശം, ബാക്കി പറയല്ലേ. എന്താണ് അവർ പറഞ്ഞിരുന്ന നാശകരമായ വാക്ക്? ഇന്ന് AK സുന്നികൾ ആ നാശകരമായ വാക്ക് ഒന്നുകൂടി കേട്ടോ. നബി പറയരുതെന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ പറയുന്നു. അന്ന് അവർ നബിയെ ധിക്കരിച്ചു പറഞ്ഞ പോലെ, അബൂജഹൽ ധിക്കരിച്ചു പറഞ്ഞ പോലെ, വലീദ് ഇബ്നു മുഗീറ ധിക്കരിച്ചു പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാശം എന്ന് നബി പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ഇപ്പോഴും പറയുന്നു. അതെന്താ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിനക്ക് ഒരു തരത്തിലുള്ള കൂറുകാരുണ്ട്. ആ കൂറുകാരുടെ പ്രത്യേകത എന്താ? അവരൊന്നും ഉടമപ്പെടുത്തുന്നില്ല. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അത് മുഴുവൻ നീ കൊടുത്തതാണ്. നോക്കൂ, അബൂജഹൽ എന്താ പറയുന്നത്, അബൂബക്കർ എന്താ പറയുന്നത്? അല്ലാഹുവേ, നീ കൊടുത്ത കഴിവല്ലാത്ത ഒരു കഴിവും അവർക്കില്ല റബ്ബേ. നീ കൊടുത്ത കഴിവ് അവർക്ക് സ്വയം പര്യാപ്തതല്ല, അവരൊരു ചെറുവിരൽ പോലും അനക്കുന്നില്ല, നീ കൊടുത്ത കഴിവ് കൊണ്ടല്ലാതെ. ഇനി വേറൊരു സത്യം പറഞ്ഞിട്ടെ നിങ്ങളോട്, ഈ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഭാസ്കരൻ, സുരേന്ദ്രൻ, ദേവൻ, നരേന്ദ്രമോദി, ഈ നാട്ടിലെ ഹൈന്ദവര് ഓരോ വിശ്വാസം എന്താ അറിയാം നിങ്ങൾക്ക്?
ഓരോ വിശ്വാസം നമ്മളല്ല പറയേണ്ടത്, ഓരാ പറയേണ്ടത്. എന്താ ഓരോ വിശ്വാസം? ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്, ഹിന്ദുധർമ്മ പരിചയം. ആ പുസ്തകത്തിന്റെ 48ാമത്തെ ചാപ്റ്റർ 121ാമത്തെ പേജിൽ എന്താണ് അറിയുന്നത്? ഒരു ദേവിക്കോ ദേവനോ സ്വന്തമായ ഒരു കഴിവുമില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ പടച്ചോൻ കഴിവ് കൊടുത്തിട്ടല്ലാതെ. ഒരു ഹൈന്ദവ പുസ്തകത്തിൽ എഴുതിയ വാചകാണ്. ശ്രീരാമ മഠം, പുറനാട്ടുകര, തൃശൂർ. ആ പുസ്തകം ഒന്നോ പലതോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒന്നോ പലതോ അദ്ദേഹത്തിന്റെ പേര് തന്നെ. അതിലാ പറയണത് എന്ത്? ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിലാ പറയണത് എന്ത്? ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ആ ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ പ്രപഞ്ചനാഥന് കഴിവ് കൊടുക്കണം. ഞാൻ ചോദിക്കുന്നു, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവും ഇന്ത്യയിലെ ഹൈന്ദവര വിശ്വാസവും സമസ്തയുടെ വിശ്വാസവും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ ഇനി ഞാൻ എന്ത് തെളിവാണ് നിങ്ങൾക്ക് ഉദ്ധരിച്ചു തരേണ്ടത്? പറയൂ, നിങ്ങൾ പറയൂ. ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ പ്രസംഗം ചെയ്യുന്നത്, വളച്ചുകെട്ടില്ലാതെ. ഇവിടെയുള്ള സുരേന്ദ്രൻ എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് ഇവിടുത്തെ ഒരു വലിയ ഉസ്താദ്. മക്കത്ത് പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു പോരുന്ന, അനേക റാങ്കുകൾ നേടിയ പണ്ഡിതനായ, അല്ലെ, സനദ്ദാനം ഏറ്റുവാങ്ങിയ സഖാഫിമാരും ഫൈസിമാരും ഇവിടെയുള്ള ബാലകൃഷ്ണന്റെ വിശ്വാസമാണ് അവന്റെ വിശ്വാസമെങ്കിൽ പറയൂ, എന്താണ് വ്യത്യാസം? എന്താണ് വ്യത്യാസം? അപ്പൊ അള്ളാഹു, ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചു, ഒരായത്ത് ഉദ്ധരിച്ചു. എന്താ അവരുടെ വിശ്വാസം? അള്ള കൊടുത്ത കഴിവ്. അള്ള എന്താ പറയണേ? അത് ഈ വിശ്വാസം അവർക്ക് ഉള്ളത് കൊണ്ടാണ് അള്ള എന്ന് പറഞ്ഞത്. അത് നിങ്ങളെ തെറ്റായ ധാരണയാണ്. അങ്ങനെ കൊടുത്തിട്ട് അതേ വിശ്വാസമുള്ള സമസ്തക്കാരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ സലഫികൾ പറയുന്നു, ഈ വിശ്വാസം ശരിയല്ല. മനസ്സിലായോ? അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ശരിക്കും പഠിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മൾ അവരോട് പറയുന്നത് എന്താണ്? സമസ്തക്കാരോട് അന്ന് നബി അബൂജഹലിനോട് പറഞ്ഞ എന്താ? അള്ള കൊടുത്ത കഴിവെന്നാ ചോദിക്കണെന്നുള്ള നിങ്ങളെ വിശ്വാസം ശിർക്കാണ്, ശരിയല്ല, അങ്ങനെ ഒരു കഴിവ് അള്ള കൊടുത്തിട്ടില്ല. ഇനി ഞാൻ ചോദിക്കുന്നത്, അബൂജഹലിന്റെ വിശ്വാസം അള്ള കൊടുത്ത കഴിവെന്നാ തേടുന്നതെങ്കിൽ ആ വിശ്വാസം ശരിയല്ല എന്ന് 4 ആയത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ആയത്ത് തന്നെയല്ലേ ഇന്ന് നമുക്ക് സമസ്തക്കാരോട് ഓതാനുള്ളത്? അല്ലേ? നിങ്ങൾ ചിന്തിക്ക്. മദ്യപിക്കരുത് എന്ന് അക്കാലക്കാരോട് പറഞ്ഞാൽ ഇക്കാലക്കാരോടും ആ ആയത്ത് തന്നെയല്ലേ പറയാ. അപ്പൊ അവർ ചോദിക്കാണ്, അത് മക്കയിൽ ഇറങ്ങിയ ആയത്തല്ലേ? അത് മക്കാ മുശ്രിക്ക്. ശരി, മക്കയിലും മദീനയിലല്ലാതെ ഇവിടെ മുക്കത്തോ ഈ പറഞ്ഞ ഈ സ്ഥലത്തോ വേറെ എവിടെങ്കിലും ഖുർആൻ വചനം ഇറങ്ങിയിട്ടുണ്ടോ? മഞ്ചേരി ഇറങ്ങിയ ഖുർആനിക വചനം, ബാലുശ്ശേരിയിൽ ഇറങ്ങിയ 5 ഖുർആനിക വചനങ്ങൾ അങ്ങനെ ഉണ്ടോ? ഇല്ല. മക്കയിലും മദീനത്തും തന്നെ ഇറങ്ങി. ഈ 2 സ്ഥലത്ത് ഇറങ്ങി. ലോകത്ത് മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഈ ആയത്തുകൾ ബാധകമാണ്. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു ഖുർആനിക വചനം, കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി فلا يملكون كشف الضر عنكم ولا تحويلا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان مقدورا. 17 അധ്യായം 56-57 വചനം. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? അല്ലാഹുവിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, ആ ആളുകൾ തന്നെ അല്ലാഹുവിലേക്ക് സാമീപ്യം തേടുന്നവരാണ്. അവർ തന്നെ അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. അതിലൊരു വാചകം എന്താ അറിയുന്നത്? നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനോ ഉള്ള കഴിവ് അവർക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫൻ ദുർരി അൻകും വലാ തഹ്വീല. ഒരു ഉപദ്രവം നീക്കാനോ നിങ്ങളുടെ അവസ്ഥക്ക് മാറ്റം വരുത്താനോ ഉള്ള കഴിവ്. എത്ര കൃത്യമാണ് കൂട്ടരെ. ഞാൻ ചോദിക്കുന്ന സമസ്തക്കാര് ഖുർആൻ ഹിഫ്ള് സെന്റർ എന്തിനു തുടങ്ങിയതാ? EKP സുന്നിയുടെ ഹിഫ്ള് സെന്റർ എന്തിനു തുടങ്ങിയതാ? ആ ഹിഫ്ള് സെന്ററിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന 17 അധ്യായത്തിന്റെ 56-57 വചനത്തിൽ റഹ്മാനായ റബ്ബ് പറയാണ്. എന്ത് പറയാണ്? ഒരു ഉപദ്രവം നീക്കാനോ നിങ്ങൾക്കൊരു ഉപകാരം തരാനോ ഉള്ള കഴിവ് ഒരു മരിച്ചുപോയ നബിക്കോ ഒരു വലിയനോ ഇല്ല എന്ന് അല്ലാഹ് തീർത്തു പറഞ്ഞിട്ട് ഉണ്ടെന്ന് പറയുന്ന നിങ്ങൾ എത്ര വലിയ അക്രമികളാണ്. തീർന്നില്ല. അടുത്ത വാചകം വല്ലാത്തൊരു വാചകം, 35-13. അതെന്താ? യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ ശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക് വല്ലദീന തദ്ഊന മിൻ ദൂനി മാ യംലികൂന മിൻ കിത്മീർ മാ യംലികൂന മിൻ കിത്മീർ. അറബികൾക്ക് ഇത്രമേൽ പരിചയമുള്ളൊന്ന് ഈത്തപ്പഴം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയണെന്നറിയോ? ഈത്തപ്പഴത്തിന്റെ ഉള്ളിലെ കുരു, ആ കുരു എടുത്താൽ അതിന്റെ മേലെ വെളുത്തിട്ടൊരു പാട കാണാം. യംലികൂന മിൻ കിത്മീർ. കിത്മീർ
ആ ഈത്തപ്പന കുരുവിന്റെ പാട പോലും നിങ്ങൾ വിളിക്കുന്ന മരിച്ചുപോയ മഹാന്മാര് അധീനപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടല്ലേ നിങ്ങളെ ജീവിതത്തിൽ കുട്ടികളെ തരുന്നത്, നിങ്ങളെ രോഗം മാറ്റുന്നത്, നിങ്ങളെ അവസ്ഥക്ക് ഭേദം വരുത്തുന്നത്? അതുണ്ടാവൂല എന്നല്ല തീർത്തു പറഞ്ഞപ്പോ ഈ ഖുർആൻ വായിക്കുന്ന സലഫികൾക്ക്, ഈ ഖുർആൻ വായിക്കുന്ന മുജാഹിദുകൾക്ക് സമസ്തയിലെ മെമ്പറാകാൻ സാധ്യമേ അല്ല. എന്തുകൊണ്ട്? അബൂജഹലിന്റെ വിശ്വാസം പേറി നാളെ നരകത്ത് പോകാൻ ഞങ്ങൾ തയ്യാറല്ല.